ഇപ്പോൾ ഈ കാണുന്ന ജീപ്പിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതായത് തേർഡ് ഗിയർ വീഴത്തുമില്ല, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ചെറിയൊരു പിടുത്തമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സ് താത്തു. പഴയ മോഡൽ വണ്ടിയാണ്, ചെറിയ ഗിയർ ബോക്സാണ്. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ഒരു ഗോൾഡൻ കളറുള്ള വീല് കണ്ടോ, ഇതിനെ സിങ്ക്രണൈസർ വീല്, സിങ്ക്രണൈസർ റിങ് ഇല്ലെങ്കിൽ പിച്ചള വീലെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വീലാണ് ഇതിന് മെയിൻ കാരണം. അതായത് ഇതിൻ്റെ ഇടയിലൊരു ലോക്കുണ്ട്, ആ ലോക്ക് ഒടിഞ്ഞു പോയിട്ട് ആ ഒരു വീലിന് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. ആ പൊട്ടൽ വന്നതുകൊണ്ട് തന്നെ ഈ വീല് ലോക്കാവാണ്ട് കൂടെ നിൽക്കുന്ന ആ ഒരു ഗിയർ വീലിൻ്റെ അതേ സ്പീഡിൽ കറങ്ങിപ്പോവും. അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യാതെ വരും. അപ്പോൾ അതാണ് തേർഡ് ഗിയർ വീഴാണ്ട് വന്നത്. അപ്പോൾ ഈ ഒരു വീല് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീലാണ് നമുക്ക് സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വീലാണ്. അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വീലുകളുണ്ട്. ഈ വീലുകളൊന്നും ഒരേ സമയം ഒരേ സ്പീഡിലായിരിക്കില്ല കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ തേർഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തേർഡ് ഗിയർ വേറൊരു സ്പീഡിലും ബാക്കി ഇതിലുള്ള ഗിയർ വീലുകളെല്ലാം വേറൊരു സ്പീഡിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സമയത്ത് ഈ രണ്ട് ഗിയർ വീലിൻ്റെയും സ്പീഡ് ഒരുപോലെ അല്ല എങ്കിൽ ഷിഫ്റ്റ് ആകത്തില്ല. അതായത് ഗിയർ വീഴത്തില്ല, അതുമല്ല തേയ്മാനം ഉണ്ടാവും. അഥവാ ഷിഫ്റ്റ് ആയെങ്കിൽ തന്നെ വലിയ തേയ്മാനം ഉണ്ടാവും, ഭയങ്കര സൗണ്ട് കേൾക്കും, ഗിയറുകളൊക്കെ പൊട്ടിപ്പോയി ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് വരാനൊക്കെ ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട്, അതായത് ഈ രണ്ട് ഗിയർ വീലിൻ്റെയും തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഗിയർ വീലിൻ്റെയും സ്പീഡ് ഒരുപോലെ ആക്കി തേയ്മാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു വീലാണ് സിങ്ക്രണൈസർ വീല്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മളതിൻ്റെ സിങ്ക്രണൈസർ വീലുകളും സെലക്ടർ വീലുകളൊക്കെ മാറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം മാത്രമല്ല, പോയത് മാത്രമല്ല കേട്ടോ മാറിയത്, കംപ്ലീറ്റ് 23 ഉണ്ടോ അതെല്ലാം മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു കംപ്ലൈൻറ്റ് ഇനി റിപ്പീറ്റ് ചെയ്യരുത്. കാരണം വേറെ ഒന്നല്ല, എപ്പോഴും താത്ത് പീസാക്കി സെറ്റ് ചെയ്യാൻ പറ്റിയ സാധനമല്ല ഗിയർ ബോക്സ്. അതുകൊണ്ട് തന്നെ എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീൽ, അതായത് ഇത് റിവേഴ്സിൻ്റെ ഗിയർ വീലാണ്. ഈ ഒരു വീലിന് ചെറിയ ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വീലും മാറിയിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരാൻ ഒരു മേജറായിട്ടുള്ളൊരു കാരണമുണ്ട്. അതായത് ഈ ഒരു സിങ്ക്രണൈസർ വീല് പൊട്ടൽ വരാനും ലോക്ക് ഓടിയാനും ഒക്കെ ഉള്ളൊരു മെയിൻ കാരണം, ഒരു മാസ്റ്റർ മൈൻഡ് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റമാണ് ഈ കംപ്ലൈൻറ്റിനെല്ലാം മെയിൻ കാരണക്കാരൻ. ഇതാണ് ഇതിൻ്റെ ഫ്ലൈ വീല്. ഇതിപ്പോൾ ചെറിയൊരു ഫേസിങ് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അതല്ല, ഇതിൻ്റെ സെൻറ്ററിൽ ഈ ബുഷ് ഉണ്ടോ, ഈ ഒരു ബുഷാണ് ഇതിന് കാരണം. അതായത് ഈ ബുഷിൻ്റെ ഉള്ളിലാണ് ടോപ്പ് ഗിയർ കയറി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുഷിൻ്റെ ഉള്ളിലുള്ള തേയ്മാനം വന്നിട്ട് ടോപ്പ് ഗിയർ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആടി ഉലഞ്ഞ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പ് ഗിയറിന് പ്ലേ വന്നു. പ്ലേ എന്ന് വെച്ചാൽ ചെറിയ പ്ലേ അല്ല, നല്ല രീതിയിൽ പ്ലേ, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണ് ആ ഒരു ചെരിവ് ടോപ്പ് ഗിയറിൽ വന്നപ്പോഴാണ് ആ ഒരു സിങ്ക്രണൈസർ വീലിൻ്റെ ലോക്ക് ഒടിഞ്ഞതും സിങ്ക്രണൈസർ വീലിന് പൊട്ടൽ വന്നതും. മനസ്സിലായോ? ഈ ഒരു ഇതൊരു ഇരുമ്പല്ല, വേറൊരു മെറ്റീരിയലാണ്, ഇരുമ്പ് പോലൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ബുഷ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിന് മാറണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.